ഗായ്സ്, വെൽക്കം ബാക്ക് ടു പ്രിറ്റി ടീൽസ്. അപ്പോൾ ഇത് നമ്മുടെ എപ്പിസോഡ് നമ്പർ 6 ഓഫ് സ്കിൻ കെയർ സീരീസ് ആണ്. ആൻഡ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൺസ്ക്രീനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഒരു ഓപ്ഷണൽ പ്രൊഡക്റ്റ് അല്ല. സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ആൻഡ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ നമ്മളൊരു സ്കിൻ കെയർ റൊട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ജസ്റ്റ് എ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് മണി. സൺസ്ക്രീൻ ആണ് എല്ലാം. സോ സൺസ്ക്രീൻ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ബീച്ചിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഭയങ്കര വെയിലത്ത് പോകുമ്പോഴോ ഒന്നുമല്ല. നമ്മൾ സൺസ്ക്രീൻ എന്നും യൂസ് ചെയ്യണം. ഈവൻ മഴയുള്ള ദിവസങ്ങളാണെങ്കിൽ പോലും നമ്മൾ സൺസ്ക്രീൻ നോർമലി നമ്മൾ ബാക്കി പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സൺസ്ക്രീനും യൂസ് ചെയ്യണം. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സൺസ്ക്രീൻ ചൂസ് ചെയ്യുന്ന ടൈമിൽ മിനിമം ഒരു 30 SPF ഉള്ളതെങ്കിലും ചൂസ് ചെയ്യാൻ നോക്കുക. കാരണം ബിലോ 30 പോയി കഴിഞ്ഞാൽ അതിന് വലിയ ഇഫക്ട്സോ റിസൾട്ട്സോ ഒന്നും വരാൻ പോകുന്നില്ല. സോ മിനിമം ഒരു 30 SPF ഉള്ളതെങ്കിലും ചൂസ് ചെയ്യണം. ഇനി തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൺസ്ക്രീൻ തേച്ച് അപ്പം തന്നെ നമ്മൾ വെയിലത്ത് ഇറങ്ങാൻ പാടില്ല. മിനിമം ഒരു 15 to 20 minutes ഓഫ് സെറ്റിലിംഗ് ടൈം കൊടുത്തിട്ട് വേണം നമ്മൾ സൺസ്ക്രീൻ തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെയിലത്ത് ഇറങ്ങാനായിട്ട്. ഇനിയും നമുക്ക് ക്വാണ്ടിറ്റിനെ കുറിച്ച് പറയാം. സോ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ 3 finger റൂൾ വെച്ചിട്ട് വേണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ. ആൻഡ് തീരെ കുറച്ച് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു നോട്ട് അപ്ലൈങ് ഇറ്റ് അറ്റ് ഓൾ. സോ നമ്മളെപ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലോണം നമ്മുടെ ഫേസും നെക്കും നന്നായിട്ട് കവർ ആവുന്ന പോലെ വേണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി അഥവാ നമ്മൾ വീട്ടിൽ തന്നെയാണെങ്കിൽ നമുക്ക് 1 time a day സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മതി, മോർണിംഗ് മാത്രം. പക്ഷെ നമ്മൾ പുറത്താണെങ്കിൽ എവറി 2 to 3 hours നമ്മൾ മറക്കാതെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. കാരണം നമ്മൾ പുറത്താകുമ്പോൾ നമ്മൾ സണ്ണിൽ എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് അത് 1 time യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിസൾട്ട്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ 2 to 3 hours കൂടുമ്പോൾ നമ്മൾ മറക്കാതെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. ഇനി സ്കിൻ ടൈപ്പാണ്. നമ്മൾ നേരത്തെ വീഡിയോയിൽ മോയ്സ്ചറൈസറിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ സൺസ്ക്രീൻ ആണെങ്കിലും ഓയിലി സ്കിൻ ആണെങ്കിൽ എപ്പോഴും ജെൽ ബേസ്ഡും, നമുക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ക്രീം ബേസ്ഡ് സൺസ്ക്രീൻസും ചൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ സൺസ്ക്രീൻ തേച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഗുണങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ടാനിങ്, സൺ ഡാമേജ്, അതുപോലെ തന്നെ ആക്നെ മാർക്സ്, ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ, ഫൈൻ ലൈൻസ്, പ്രിമച്വർ ഏജിങ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ നിന്നും നമ്മളെ സേവ് ചെയ്യാനായിട്ടാണ് സൺസ്ക്രീൻ നമ്മൾ തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് കാരണം വന്നാലും സൺസ്ക്രീൻ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സോ ഫസ്റ്റ്ലി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഫുൾ സ്കിൻ കെയർ റുട്ടീൻ ചെയ്തിട്ട് നമ്മൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു നോട്ട് ഡൂയിങ് എനിത്തിങ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്ത് വന്നാലും നമ്മൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത്. സൺസ്ക്രീൻ ഇസ് എ പ്രോഡക്റ്റ് ദാറ്റ് വിൽ ഗിവ് ബ്യൂട്ടിഫുൾ ലോങ് ടേം ഇഫക്ട്സ്. ആൻഡ് നമ്മൾ ഒരിക്കലും ഇന്ന് സൺസ്ക്രീൻ തേച്ച് നമ്മൾ നാളെയോ അല്ലെങ്കിൽ ആഫ്റ്റർ എ വീക്ക് റിസൾട്ട്സ് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മൾ റെഗുലറും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒത്തിരി നാൾ സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല വിസിബിൾ റിസൾട്ട്സ് കിട്ടും. സോ എന്തൊക്കെ വന്നാലും ഡു നോട്ട് സ്കിപ്പ് സൺസ്ക്രീൻ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോസ്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ്സ്. അതുപോലെ തന്നെ തോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഷെയർ ചെയ്യാം. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ലവ് യു. ബൈ.